പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിക്ക് വിവരം ചോർത്ത് നൽകിയ ASIക്ക് സസ്പെൻഷൻ. തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ASI ബിനുകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കും മുൻപ് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ സഹായിക്കുന്ന രീതിയിൽ റിമാൻഡ് റിപ്പോർട്ട് വിവരം ഉൾപ്പെടെ പണം വാങ്ങി ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ജില്ലയിൽ നിരവധി പോലീസുകാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പണം വാങ്ങി കേസുകൾ അട്ടിമറിക്കുന്നു. അത്തരം പല ആരോപണങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പുതിയൊരു പരാതി, ASI ബിനുകുമാറിനെതിരെയുള്ള പരാതി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് കൂടുതൽ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും കൂടുതൽ നടപടി ഉണ്ടാകാനാണ് സാധ്യത. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറെ നാളുകളായി പത്തനംതിട്ട പോലീസിൽ നേരത്തെയുള്ള പോക്സോ കേസ് അടക്കം പല കേസുകളിലും പോലീസിന്റെ ഭാഗത്ത് വലിയ ഗുരുതര വീഴ്ച ഉണ്ടായി. അത്തരം നടപടികളിലേക്ക്, സസ്പെൻഷനിലേക്ക് പോയ കാര്യങ്ങൾ നമുക്കറിയാം. DSP അടക്കമുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്ത ഒരു കാര്യം കൂടി പത്തനംതിട്ട ജില്ലയിലുണ്ട്. അതിന്റെ ഒരു ഭാഗം കൂടി എന്ന് വേണം നമുക്കിത് വേണം ഇത് നോക്കിക്കാണാം. കാരണം കാപ്പ കേസ് പ്രതികളെ, ആ പ്രതികൾക്ക് അവർക്ക് ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ASI തന്നെ ഇടപെടുന്നു. അത് പ്രധാനമായും ഈ റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് അത് പകർപ്പ് കോപ്പി എടുത്ത് ഈ കാപ്പ കേസ് പ്രതികളുടെ അഭിഭാഷകന് നൽകുന്നു. അത് പണം വാങ്ങിയാണ് നൽകുന്നത്. പല ഘട്ടങ്ങളിലായി പല രീതിയിലുള്ള പണം ഇടയ്ക്ക് വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ 30,000 രൂപയോളം വാങ്ങിയതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രതികളിൽ നിന്നും ഈ തുക വാങ്ങിക്കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് എടുത്ത് ആദ്യം തന്നെ നൽകുന്നത്. അത് പ്രതികൾക്ക് അനുകൂലമാകും. കാരണം ഇത്തരം പോലീസ് കോടതിയിൽ ഹാജരാക്കുന്ന റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം അറിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ജാമ്യം കിട്ടുന്നതിനുള്ള എളുപ്പമായുള്ള കാര്യങ്ങൾ അതിൽ നിന്നും കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് സാധാരണഗതിയിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ കോടതിയിലാണ് ഹാജരാക്കുന്നത്. പിന്നീടാണ് പ്രതികൾക്ക് മറ്റു ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അഭിഭാഷകം ആവശ്യപ്പെടുക മാത്രമാണ് കിട്ടുന്നത്. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കോടതിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ കയ്യിൽ നിന്നുള്ള ഈ രേഖകൾ ഈ ASI ബിനുകുമാർ അത്തരത്തിൽ അതിന്റെ പകർപ്പെടുത്ത് പ്രതികളുടെ അഭിഭാഷകന് പണം വാങ്ങി നൽകുന്നു എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഗുരുതരമായ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണ FIRന്റെ കോപ്പികളൊക്കെ സാധാരണയിൽ അവർക്ക് അവകാശപ്പെട്ടതാണ്. പ്രതിഭാഗം വക്കീൽ അത് അവകാശം വാങ്ങിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് പ്രതിയെ കൊണ്ടുപോകുമ്പോൾ പോലീസ് തയ്യാറാക്കുന്ന റിപ്പോർട്ട് അത് സ്വാഭാവികമായും അതിന്റെ പകർപ്പ് ഇത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ട് ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക്, പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് ഈ പോലീസുകാരൻ, അതായത് ASI, തിരുവല്ല പോലീസ് സ്റ്റേഷൻ ASI ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗുരുതരമായ വീഴ്ച വരുത്തിയതിന്റെ പേരിലാണ് DIG അജിത ബീഗം ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കോന്നി DVSP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം പൂർണ്ണമായി വന്നെങ്കിൽ മാത്രമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാകുക. എന്തായാലും പത്തനംതിട്ടയിലെ AR ക്യാമ്പിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളത്. ഈ തിരുവല്ല ASI ആയിരുന്ന സമയത്ത് നടത്തിയ കുറ്റമാണ് ഈ കാണുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുവന്ന 3 പ്രതികളുടെ കപ്പ കേസിലെ പ്രതികളാണ്. ആ പ്രതികൾക്ക് അനുകൂലമായി ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി റിമാൻഡ് റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള തിരിമറി നടത്തി. അതായത് അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുത്തു. അത് പണം വാങ്ങിക്കൊണ്ട് പലതവണ 5,000, 2,000, 3,000 രൂപ ഇങ്ങനെ പലതവണ വാങ്ങിച്ചാണ് 30,000 രൂപയോളം ഈ പോലീസുകാരന് വാങ്ങിയെന്നുള്ളതാണ്, ASI വാങ്ങിയെന്നുള്ളതാണ് അന്വേഷണത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശക്തമായ നടപടിയെടുത്ത് ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.